ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെല്ലാം വിശേഷം? കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇടയ്ക്കൊന്ന് എന്തെല്ലോ കാര്യങ്ങൾ കൊണ്ട് തിരക്കായപ്പോൾ വീഡിയോ എടുക്കൽ നിർത്തി. പിന്നെ കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്ന്. പിന്നെ ഉംറയൊക്കെ ഉണ്ടായിന്, അപ്പോൾ അതിൻ്റെ യാത്രയും തിരക്കെല്ലാം ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വീഡിയോ എടുക്കാത്തതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അതിനോടുള്ള ടച്ചൊക്കെ വിട്ട പോലെ തോന്നി. കാരണം ഞാൻ കുറേ ദിവസത്തിന് ശേഷം എടുത്തു തുടങ്ങിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാടല്ല, കുറച്ച് ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ കാണാതിരിക്കുമ്പോഴും ഷോർട്സിലൊക്കെ കാണാതിരിക്കുമ്പോഴൊക്കെ ചോദിക്കലുണ്ട് എന്ത് പറ്റിയെന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഇങ്ങനെ ചെറിയ രീതിയിൽ മടിയും പിന്നെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുടങ്ങിപ്പോയതാണ്. പിന്നെ എനിക്ക് ഒരുപാട് നമ്മൾ ഡെയിലി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ക്ലീനിങ് അങ്ങനത്തെയൊക്കെ മുടക്കിയിട്ട് ഇങ്ങനത്തെ വീഡിയോ എടുക്കുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. പിന്നെ അടിയിൽ ഭയങ്കര പനി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റക്കായിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ മുടങ്ങിയതാണ് വീഡിയോ എടുക്കലെല്ലാം. അപ്പോൾ ഇപ്പോൾ വീണ്ടും എടുത്തു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഭയങ്കര ടൈം എടുക്കുന്ന പോലെ തോന്നും. നമ്മളെപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്കത് കുറച്ചും കൂടി ഈസിയാണല്ലോ. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ച മുതലാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ഇന്നിപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. ഇതൊരു 350 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെല്ലാം വെക്കാം. ഞാനിന്നിപ്പം സമയമുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ബിരിയാണിക്കുള്ള റൈസും ഒന്ന് അളന്നെടുത്തിട്ട് ഒന്ന് കഴുകി വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണിയൊക്കെ ചെയ്തതിന് ശേഷം ഇത് അപ്പോഴത്തേക്കും ഒരു അരമുക്കാൽ മണിക്കൂറെല്ലാം ആയിട്ടുണ്ടായിനി. അപ്പോൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. എന്താ വെച്ചാൽ ഇതിൽ തന്നെയാണ് ഈ ഒരു ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വലിയ പാത്രം എടുത്തിന് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്മീൻ രണ്ട് ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, കാരണം മസാലയിൽ ഇട്ടിട്ട് വീണ്ടും ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ചെമ്മീനൊക്കെ റെഡിയായ ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ബിരിയാണീൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ഇതിലേക്ക് 2 ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇതൊന്ന് ഉള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. കാരണം തക്കാളി നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു ടൈം വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല തൊണ്ടവേദന ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടിലും ആ ഒരു ചെറിയ മാറ്റം വരുന്നത്ര കേട്ടോ. എല്ലാം ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ കുറച്ച് ടൈം ആകുമ്പോഴത്തേക്ക് ഇതാ തക്കാളിയിൽ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ടൈം ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാറ്റി വെക്കുക. പിന്നെ ആ ഒരു ടൈം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ തന്നെ ഈ ഒരു ബിരിയാണിക്കുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചെറിയ രീതിയിൽ കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഗീയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഈ ഒരു ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം ചെയ്തെടുക്കലാണ്. പിന്നെ ഇതിലേക്ക് ഒരു ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അതിൻ്റെ അടിയിൽ നേരത്തെ വെച്ച ഈ ഒരു മസാല ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഉള്ളിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. ഞാനിത് എന്താ പറയുക, നെയ്യിലിട്ട് വറുത്തെടുത്തിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്, ജസ്റ്റ് വേഗം ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അളന്നെടുത്തിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പം ഒരു കപ്പ് അരിക്ക് ബിരിയാണിയിൽ വെക്കുമ്പോൾ 1.25 കപ്പ് വെള്ളം ആ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കൽ. നെയ്ച്ചോറിനെല്ലാം 2 കപ്പ് തന്നെ എടുക്കൽ. അപ്പോൾ അങ്ങനെ ഈ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ
അപ്പോൾ ഈ ഒരു നെയ്ച്ചോറ് ഒരു ഹാഫ് കുക്കാകുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇളക്കി കൊടുക്കണ്ട, ഒരു 1-2 പ്രാവശ്യം മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണീൻ്റെ റൈസും റെഡി ആയിട്ടുണ്ട്, മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കി ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നിക്കൽ ബിരിയാണീൻ്റെ താഴത്തെ ലെയറായിട്ട് മസാല ഇടുക, അല്ലെങ്കിൽ പകുതിയിലിടുക. ഞാൻ ഇന്നിപ്പം ഈ ഒരു റൈസിൽ നിന്ന് പകുതി മാറ്റിയിട്ട് അതിൻ്റെ മിഡിലായിട്ടാണ് കേട്ടോ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേറൊരു പാത്രം അടുത്ത് വെച്ചിട്ട് അതിൽ നിന്നൊരു പകുതി നെയ്ച്ചോറ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും മല്ലിയിലും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ മാറ്റി വെച്ച് ഈ റൈസിൽ അതിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ഗരം മസാലയും മല്ലിയിലും ഫ്രൈഡ് ഒനിയനും പിന്നെ കാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫോയിലിൽ വേണമെങ്കിൽ കവർ ചെയ്തിട്ട് വെക്കാം, നന്നായിട്ട് ദമ്മായി വരാൻ വേണ്ടിയിട്ട്. ഞാനൊരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണി ദമ്മാവുന്ന ടൈം കൊണ്ട് നമുക്കൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാലഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനേക്ക് വേണ്ടിയിട്ട് ഒരു ക്യൂക്കുംബറും ഒരു ആപ്പിളും ഒരു പിയറും എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അനാറുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. ഇന്നിപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങ നീരും ഒലീവ് ഓയിലും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് ഭയങ്കര ഈസിയാണ്, നമുക്ക് 1 മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാലഡാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്ക്, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ ബിരിയാണിയും കൂടിയാണ് കേട്ടോ. ഈസിയാണ്, ടേസ്റ്റിയാണ്, പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇത് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബിരിയാണീൻ്റെ ഒരു സൈഡ് മാത്രം മിക്സ് ചെയ്തിട്ടൊന്ന് വിളമ്പിയെടുക്കലാണ് കേട്ടോ. കുട്ടികൾക്ക് മസാല അധികമൊന്നും വേണ്ട, അപ്പോൾ മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡ് കഴിക്കലും ക്ലീനിങ്ങും കുറച്ച് റെസ്റ്റ് എടുക്കലും കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത്. ഒരു 5 മണി സമയത്താണ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ഞാനിന്നിപ്പോൾ വൈറലായിട്ടുള്ള ബൺ മസ്കയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടറും അൺസാൾട്ടഡ് ബട്ടർ എടുക്കാം കേട്ടോ. ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, അപ്പോൾ അത് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ബണ്ണിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കലാണ്. ഇതിപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് എനിക്കും തോന്നിയത്. നല്ല ബണ്ണാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ഇതിപ്പോൾ നോർമൽ ബണ്ണില്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നല്ല വാങ്ങിക്കുന്ന അതിലത്തെ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണ് നോക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് അവിടെയും ക്രീമാക്കി കൊടുക്കുക, പിന്നെ ചുറ്റിലും ക്രീം വരട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബൺ മസ്ക് റെഡി ആയിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ഒരു വൈറൽ ബൺ മസ്ക് ഞാൻ മാത്രമേ ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ, കാരണം അത്ര ആൾക്കാർ ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിനി. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നോർമൽ പാൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇറാനി ചായയോ മസാല ചായ അങ്ങനത്തെ ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റ് ആയിരിക്കും, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാ ചായൻ്റെ കൂടെ ഉണ്ടാക്കി കഴിച്ചതാണ്. കുഴപ്പമില്ല, ഒരു നോർമൽ ആ ഒരു ക്രീമും അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായയോടെയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. ഞാൻ അധികം ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ വീണ്ടും ബ്രേക്ക് എടുക്കും. അത് എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട, നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണുക. അതുവരേക്കും ബൈ.